അപ്പോൾ ഈ സ്പൈറലായിട്ടുള്ള ഈ ഫ്യൂസിലി പാസ്തയാണ് ഉപയോഗിക്കുന്നത്. പലതരം പാസ്തകൾ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ടൈപ്പ് ഈ സ്പൈറലായിട്ടുള്ള പാസ്തയാണ്. അപ്പോൾ ഈ പാസ്തയായിട്ടാണ് ഇന്ന് നമ്മൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാസ്ത ഒന്ന് ബോയിൽ ചെയ്യാം. അപ്പോൾ പാസ്ത ബോയിൽ ചെയ്യാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പാസ്ത ആഡ് ചെയ്യണം. ഇത് ഏകദേശം ഒരു 12 മിനിറ്റാണ് ഇത് ഈ പാസ്ത വേവാൻ കുക്ക് ചെയ്യുന്നത്. 12 മിനിറ്റ് ടൈമാണ് ഇത് വേവാൻ വേണ്ട ടൈം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാസ്ത ബോയിലായിട്ടുണ്ട്. 12 മിനിറ്റ് ബോയിലായി നന്നായിട്ട് ബോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്ത നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ 12 മിനിറ്റ് ഈ ഒരു സ്റ്റേജിലാണ് എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്കായി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം കളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം ഒട്ടിപ്പിടിച്ച് കട്ടാവും. പെട്ടെന്ന് ഓവർ ബോയിലായിട്ട് ചൂട് അധികം വരുമ്പോൾ ഓവർ ബോയിലാവും. അത് ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്, ഒലിവ് ഓയിലാണ് സാധാരണ ആഡ് ചെയ്യൽ. ഒലിവ് ഓയിൽ ഇവിടെ ഇപ്പോൾ ഇല്ലാത്ത കാരണം സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സവാളൻ്റെ പീസ്, ഒരു ബേ ലീഫ്, ഒരു 3 ഗ്രാമ്പു. ഇതിൻ്റെ ഫ്ലേവർ ഇതാണ് വരിക. പിന്നെ ഓർഗാനോ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ബേ ലീഫിൽ ഒരു ഗ്രാമ്പ് കുത്തിയിട്ട് ഒനിയമ്മ കുത്തി വെക്കുക. ഒരു 3 ഗ്രാമ്പു, ബേ ലീഫ്, ഒനിയന്മ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാസ്ത ബോയിൽ ചെയ്ത ഹോട്ട് വാട്ടർ ഉണ്ടായിരുന്നു, ചൂടുവെള്ളം. അതിൽ കുറച്ച് ടൈം ഇതിട്ട് വെക്കുന്നുണ്ട്. ലാസ്റ്റ് വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഈ ഫ്ലേവറുള്ള ഈ വെള്ളം ആഡ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, വെജിറ്റബിൾസ് കുറച്ച് കട്ട് ചെയ്ത് വെക്കാണ്ട്. ക്യാപ്സിക്കം, ബ്രോക്കോളി, കൂണ്, മഷ്റൂം, പിന്നെ സ്വീറ്റ് കോണും. ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. യെല്ലോ ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ ഈ സീഡൊന്നും ആവശ്യമില്ലാത്ത അതൊക്കെ ഒഴിവാക്കിയിട്ട് മഷ്റൂം കട്ട് ചെയ്ത്, മഷ്റൂം ഇങ്ങനെ സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ബ്രോക്കോളി കട്ട് ചെയ്യുക. ബ്രോക്കോളി ഇങ്ങനെ ഫ്ലേവറായിട്ട് കട്ട്. പിന്നെ ഇതിലേക്ക് സ്വീറ്റ് കോണാണ് ഉപയോഗിക്കുന്നത്. സ്വീറ്റ് കോണ്, ബ്രോക്കോളി, ബെൽ പെപ്പർ, യെല്ലോ, റെഡ്, കൂണ്, മഷ്റൂം. കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കാം. നല്ല ഫൈൻ ചോപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി.
ഇത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തുകൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിളുകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് പ്രിപ്പറേഷൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വയ്ക്കുന്നുണ്ട്. ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ട് ഒലിവ് ഓയിൽ ഇവിടെ ലഭ്യമില്ലാത്തത് കാരണം സൺഫ്ലവർ ഓയിലാണ് വെജിറ്റബിൾ കുക്ക് ചെയ്തിട്ടുണ്ട്. 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഗാർലിക് വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബ്രോക്കോളി ഇടുന്നുണ്ട്. ബ്രോക്കോളി ഒന്ന് പച്ചച്ച മാറിയതിന് ശേഷം മഷ്റൂം ഇടുന്നുണ്ട്. സ്പൂണ് ഇട്ടതിന് ശേഷം ബെൽ പെപ്പർ, റെഡ് യെല്ലോ ബെൽ പെപ്പർ അതുകൊണ്ട് ഇടുക. ബ്രോക്കോളി കൂണ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം സ്വീറ്റ് കോൺ ഇടുന്നുണ്ട്. ഫയർ നല്ല ഹൈലാണ് ഇട്ടുന്നത്, അല്ലെങ്കിൽ വെജിറ്റബിൾ കുഴഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇതിലേക്ക് അല്പം സാൾട്ട് ചേർക്കുന്നുണ്ട്. അല്പം ക്രഷ്ഡ് കുരുമുളക്, ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്ത് കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് ഓർഗാനോ ചേർക്കുന്നുണ്ട്. ഓർഗാനോ ഇറ്റാലിയൻ ഹെർബാണ്. അല്പം ചില്ലി ഫ്ലേക്ക് ഇടുന്നുണ്ട്. ചില്ലി ഫ്ലേക്ക് ശേഷം ഒന്ന് ടോസ് ചെയ്തെടുക്കാം. വൈറ്റ് സോസ് റെഡിയാക്കാം. 50 ഗ്രാം ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സ്പൂണ് മൈദ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മൈദ. കുറച്ച് കൊടുത്താൽ അല്പം കൂടെ മൈദ അറിയുന്നുണ്ട്. പാല് ചേർക്കുന്നുണ്ട്. കുറച്ച് അല്പമായിട്ട് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിക്കും. ഇനി കുറച്ചായിട്ട് പാല് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ലോങ് ലൈഫ് പാലാണ് ഇതിൽ ഉപയോഗിക്കുന്നിട്ടാണ്. മറ്റേ സാധാ പാക്കറ്റ് മിൽമൻ്റെ ഒക്കെ പാലിനായിട്ട് നല്ലത് ലോങ് ലൈഫ് പാലാണ്. അല്ലെങ്കിൽ അതൊരു പാലിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ പച്ച ടേസ്റ്റ് ഇങ്ങനെ വരും. നേരത്തെ സവാളയും ബേലീഫും ഗ്രാമ്പും കൂടെ ഇട്ട് വെച്ച ആ വെള്ളം ഒരു 2 കയ്യിൽ സോസിലേക്ക് ചേർക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. സോസ് കൂടെ അല്പം സാൾട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് ക്രഷ്ഡ് പെപ്പർ, കുറച്ച് ഓർഗാനോ, അല്പം ചില്ലി ഫ്ലേക്ക് എന്നിട്ട് ബോയിൽ ചെയ്ത് വെച്ചാൽ മക്രോണ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ വെജിറ്റബിൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് സ്ലൈസ് ചീസ് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. സാധാരണ പാർമസൻ ചീസാണ് വൈറ്റ് സോസ് പാസ്തയിൽ ഉപയോഗിക്കാറ്. പക്ഷേ
അത് ലഭ്യമാകാത്തത് കാരണം കിട്ടാത്തത് കാരണം മറ്റേ സ്ലൈസ് ചീസാണ് ഇപ്പോൾ കട്ട് ചെയ്തിരുന്നത്. അല്പം കൂടെ ബട്ടർ ചേർക്കുന്നുണ്ട്. ഇന്നും കൂടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കുക്ക് ഫസ്റ്റ്. ചില്ലി ഫ്ലൈ കുറച്ചിട്ട് ഗാർണിഷ്. ടേസ്റ്റ് ചെയ്യാൻ റൈഹാനൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പം സൂപ്പറായിട്ടുണ്ട്. നല്ല ആ ബട്ടറിൻ്റെയും ചീസിൻ്റെ ഒക്കെ ടേസ്റ്റ് എനിക്കെല്ലാം കൂടെ നല്ലൊരു ഇറ്റാലിയൻ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.